അവകാശങ്ങൾക്കായുള്ള ആശാപ്രവർത്തകരുടെ സമരം അത് 30-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഒരു മാസം തികയുകയാണ്. ഈ സമരം തുടങ്ങുന്ന ഘട്ടത്തിലൊന്നും ആശാപ്രവർത്തകർ സമരം ഇത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്ന ഒരു തിരിച്ചറിവുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ സംസാരിക്കുമ്പോൾ പോലും ആശാപ്രവർത്തകർ നമ്മോട് പറയുന്നത് ഇടതുപക്ഷ സർക്കാരാണ്, നമ്മൾ അവകാശങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ അനുഭാവപൂർണ്ണമായ മറുപടി പറയും, അത് പരിഗണിക്കുമെന്ന തരത്തിൽ പ്രതികരിക്കുമെന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ അതെല്ലാം കടന്ന് വിമർശനങ്ങൾക്കപ്പുറം കാര്യങ്ങൾ അധിക്ഷേപങ്ങളിലേക്ക് പോകുന്ന തരത്തിലേക്ക് സമരം കടന്നിരിക്കുകയാണ്. 30-ാം ദിവസമാകുമ്പോഴും ഇന്ന് വരെ സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ചേച്ചി ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ടോ? ഇന്നലെ രാത്രി ക്ഷീണമുണ്ട്. ഉറങ്ങാനൊന്നും നമുക്ക് പറ്റുന്നില്ലല്ലോ. പൊതു കാരണം ഒരു നിവർത്തിയില്ല. ഇന്ന് എത്രയോ ദിവസം കൊണ്ട് ഇവിടെ കഴിയണം. ഞങ്ങളുടെ ഈ അവസ്ഥ കാണാത്തത് കാരണം ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാണോ ഇതിനൊരു പരിഹാരം കാണുന്നത് അതുവരെ ഞങ്ങളെ അവസ്ഥ ഇങ്ങനെ ശോചനീയമായ അവസ്ഥ പോലെയാണ്. ഞങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. BP ഷുഗറൊക്കെ ഉള്ള ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ. എനിക്കിവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ കാരണം നമ്മുടെ നിത്യവർത്തി കഴിക്കാൻ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. എന്ത് വന്നാലും ഇത് അവസാനം വരെ ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നവരെ ഞങ്ങളിവിടെ കാണും. ദിവസങ്ങൾക്ക് മുൻപ് 8-ാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇവർ നമ്മളോട് പറഞ്ഞത് എല്ലാ കൊല്ലവും എല്ലാ വർഷവും കനകക്കുന്നിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി പോകുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത്. അവർ കോവിഡ് കാലം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രശംസ നേടിയ വ്യക്തികളാണ്, അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തനത്തിന് വലിയ പ്രശംസയാണ് ലഭിച്ചിരുന്നത്. അവർ ഇപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ തുടരുകയാണ്. അപ്പോൾ അന്ന് പ്രശംസിച്ചവർ, അന്ന് ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചവർ ഒന്നും അനുഭാവപൂർണ്ണമായ ഒരു വരി പോലും പറയുന്നില്ല എന്നാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. സുഹിത് എം എസിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.